ഹലോ! പെട്ടെന്ന് നമുക്കൊരു വാട്ടർമെലൺ ഷേക്ക് ഉണ്ടാക്കിയാലോ? അതും വെറും 3 ഐറ്റം കൊണ്ട്. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അതുപോലെ തന്നെ വെറും 3 ഐറ്റം കൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചൂട് സമയമൊക്കെ അല്ലേ, അപ്പോൾ ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അതിനാദ്യം ഒരു തണ്ണിമത്തൻ എടുക്കുക. അതിനെ ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ബൗളിലേക്ക് മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മുറിക്കാൻ പറ്റുമോ അത്രത്തോളം മുറിക്കുക, ചെറുതാക്കുക. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് നല്ല തണുത്ത പാൽ വേണം ഒഴിക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലവർക്ക് പച്ചപ്പാൽ പറ്റില്ലല്ലോ, അപ്പോൾ അത് തിളപ്പിച്ച് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാൽ നിങ്ങൾക്ക് ഒഴിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണോ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തണുത്ത പാൽ ഒഴിക്കുമ്പോൾ തന്നെ തണ്ണിമത്തെല്ലാം കളറൊക്കെ ഇറങ്ങാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിടാം. അപ്പോൾ കുറച്ചും കൂടി കളർ തോന്നിക്കും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഫുഡ് കളറൊക്കെ ഉപയോഗിക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കളറിന് എന്താണോ വേണ്ടത് അത് ഉപയോഗിക്കുക. അല്ല ഇതൊന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. തണ്ണിമത്തൻ്റെ ഒരു കളർ തന്നെ അതിന് കിട്ടും. പാലൊഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക കളർ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പാൽ ഒഴിച്ച് പഞ്ചസാര ഇട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ തണ്ണിമത്തൻ്റെ കഷ്ണങ്ങൾ ഉടയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ജ്യൂസ് ഇറങ്ങും, ആ പാലിലേക്ക് ഇറങ്ങും. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നോക്കിക്കേ എന്ത് കളറാണ്, നോക്കിക്കേ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ഷേക്ക് റെഡി ആയിരിക്കുകയാണ്. പാലും പഞ്ചസാരയും തണ്ണിമത്തനും മാത്രം മതി നമുക്ക് ഈ ഷേക്ക് ഉണ്ടാക്കാൻ തന്നെ. പക്ഷേ ഞാൻ ഇതിലേക്ക് കുതിർത്ത് വെച്ച ചിയ സീഡ് ഒഴിക്കുന്നുണ്ട്. നേരത്തെ കുതിർത്ത് വെച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ കസ്കസാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വീട്ടിൽ കയറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്തൊന്നും വെക്കില്ലല്ലോ, അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി ചെയ്യുന്നതല്ലേ. അപ്പം കുതിർത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുതിർത്ത് വെച്ച് ഇടുന്നെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക, തയ്യാറാക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കിഷ്ടമുള്ള ഫ്രൂട്ട്സോ ഒക്കെ അരിഞ്ഞിടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ കണ്ടോ, പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ടർമെലൺ ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്, ഇതൊരു തുടക്കമാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.